ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു ട്രൂ ഫീലിങ്സ് എന്താണ്, ഈ ഒരു സമയത്ത് അവർക്ക് എന്തൊക്കെ ഫീലിങ്സ് ആണ് നിങ്ങളോട് തോന്നുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുറന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഒരു സ്പ്രെഡ് അനുസരിച്ച് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആദ്യം അവരുടെ മനസ്സിൽ വരുന്നത് ഒരു നമ്മൾ ഫസ്റ്റ് കാർഡ് പോലെ ഒരു എംപ്രസ് എനർജി പോലെയുള്ള ഒന്നാണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത്. നിങ്ങൾ വളരെയധികം കരുതലുള്ള, ഒരു സ്നേഹമുള്ള, അല്ലെങ്കിൽ ഒരു ഹോം ഫീലിങ്സ് നൽകുന്ന ഒരാളാണ് എന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അവർക്ക് നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ വളരെയധികം ഒരു ശാന്തതയും സുരക്ഷിതത്വവും ഒക്കെ അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെ ആഴത്തിലുള്ള ഒരു സ്നേഹവും ഫീലിങ്സും എല്ലാം തന്നെ ഉണ്ട്. പക്ഷെ ആ ഒരു സ്നേഹം പുറത്തേക്ക് അധികം പ്രകടിപ്പിക്കാറില്ലാത്തൊരു വ്യക്തിയാണ്. അവർക്ക് നിങ്ങളോട് മനസ്സിനുള്ളിൽ വളരെയധികം സ്നേഹമുണ്ടെങ്കിലും അവരത് മനസ്സിലിങ്ങനെ അടക്കി പിടിക്കുന്ന, അല്ലെങ്കിൽ അടക്കി പിടിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ചിലപ്പോൾ ആളുകൾക്ക് അവരുടെ ഒരു ചില വ്യക്തികൾക്ക് ചിലപ്പോൾ ഒരു ഈഗോസ് ഒക്കെ കാണാം, അല്ലെങ്കിൽ ഒരു എംബ്രർ എനർജി ഒക്കെ ഉള്ള ആളായിരിക്കാം അവര്. അതുകൊണ്ട് തന്നെ അത് തുറന്ന് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് കഴിയാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ അവർക്ക് മറ്റൊരു വ്യക്തിയോട് സ്നേഹം അവർ പറയുകയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കുകയോ ചെയ്ത സമയത്ത് അവിടെ നിന്ന് അവർക്ക് വളരെയധികം ഒരു വേദനയും അവഗണനയും ഒക്കെ ലഭിച്ചിട്ടുണ്ടാവാം. അതാകാം അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം, ആ ഒരു ട്രോമ കൊണ്ടാകാം അവരുടെ ആ ഉള്ളിലെ സ്നേഹം അതേ അളവിൽ നിങ്ങളോട് പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് കഴിയാത്തതിനൊരു കാരണം. പിന്നെ ഇവിടെ ഈ വ്യക്തി അവരുടെ ജീവിതത്തിൽ എന്തോ രണ്ട് കാര്യങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി നമുക്ക് വരുന്നുണ്ട്. ജോലി ആയിരിക്കാം, കുടുംബം, അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്നിവയെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതായത് ജോലി, അവരുടെ ഇപ്പോൾ ഉള്ള ഫാമിലി ഇതെല്ലാം കൊണ്ടുപോകണം, അതോടൊപ്പം തന്നെ ഇനി ഒരു മാരിഡ് ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്തങ്ങൾ കൂടി കൊണ്ടുപോകാനായിട്ട്, ബാലൻസ് ചെയ്യാനായിട്ട് തനിക്ക് പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നവർ ചിന്തിക്കുന്നു. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനുകൾക്കിടയിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾക്കും ഫീലിങ്സിനുമാണ് അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങളോട് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു സ്നേഹവും ആകർഷണവും അവർക്ക് തോന്നുന്നുണ്ട്. അവിടെ നമുക്ക് നൈറ്റ് ഓഫ് വാൻസിന്റെ കാർഡ് പോലെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരു ഫയർ എനർജിയാണ്, ഒരു തീ പോലെയാണ്. നിങ്ങളെന്ന വ്യക്തി അവർക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് ഒരു പ്രേരണയാണ്. ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നാലും ഇപ്പോൾ അവര് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാകാം. ഇനി ജീവിതത്തിൽ ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായാലും നിങ്ങളെ കാണുമ്പോൾ അവർക്കൊരു എനർജിയും ഒരു ആത്മവിശ്വാസവും ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഈ പ്രശ്നങ്ങൾ എത്ര പ്രശ്നങ്ങളിൽ നിന്നാലും നിങ്ങളെ കാണുന്ന സമയത്ത് അവർക്കൊരു നല്ലൊരു സന്തോഷം, ആത്മവിശ്വാസം ഒക്കെ തോന്നുന്നുണ്ട്. അപ്പൊ ഇനി ഒരു ഫ്യൂച്ചറിലും അങ്ങനെ തന്നെ നിങ്ങൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ ഒരു ധൈര്യം തനിക്ക് ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇവർക്കുള്ളതുപോലെയുള്ള ഒരു ഫീലിങ്സുകൾ നിങ്ങൾക്കും അവരോട് ഉണ്ടാകുമോ എന്ന് അവര് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ മൂൺ കാർഡ് വരുന്നതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് കുറിച്ച് ഒരു സമ്മർദ്ദത്തിലാണ്, ഒരു സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ഒരു സ്റ്റക്നെസ്സിന് കാരണം ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഇത്രയധികം ഫീലിങ്സ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ അടുത്തറിയുന്ന ആളോ അല്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സെയിം ഫീലിങ്സ് തന്നെ നിങ്ങൾക്കും അവരോട് ഉണ്ടോ എന്ന് അവർ സംശയിക്കുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ അവർ പേടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും അവരുടെ മനസ്സിൽ ചില സംശയങ്ങളും പേടിയും ഒക്കെ ഉണ്ട്. വളരെയധികം ഒരു സമ്മർദ്ദം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങളിലേക്ക് വന്ന് അവരുടെ ഒരു സ്നേഹമൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുകയാണ് എനിക്ക് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു സ്നേഹമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് അവരെ വളരെ തളർത്തിക്കളയുമെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അത് അവരുടെ മുന്നിൽ ആ ഒരു കാര്യം അവർ കാണുന്നുണ്ട്. ഇങ്ങനെയും സംഭവിക്കാം, അപ്പോൾ അതിന് ഞാൻ കരുതിയിരിക്കണം എന്നുള്ള രീതിയിൽ മൈൻഡ് ഒന്ന് പ്രിപ്പയർ ആക്കുന്ന, അല്ലെങ്കിൽ അവരൊന്ന് സ്റ്റക്കായി നിൽക്കുന്ന ആ ഒരു അവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു റീഡിങ് സാധാരണയായി നമ്മൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളെ കുറിച്ചുള്ള റീഡിങ്ങുകളാണ് വരുന്നതെങ്കിലും ഈ ഒരു റീഡിങ് ഒരു സിംഗിൾസിനായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യുക എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാനായിട്ട് അവർക്ക് വളരെയധികം ഇഷ്ടമാണ്. അവരുടെ ഒരു സന്തോഷ നിമിഷങ്ങളിലെല്ലാം അവർ നിങ്ങളെ ഓർക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം നിങ്ങളും അവരുടെ ഒപ്പം ഉണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിലൊന്നും അതിനായിട്ട് അവർക്ക് സാധിക്കുന്നുമില്ല. അത് അവരെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഫസ്റ്റ് ആലോചിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങളെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കംഫർട്ട് സോൺ ആയിട്ട് നിങ്ങളെ അവർ കാണുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള എനർജി കൊടുക്കുകയും ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന കാര്യം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ നിങ്ങളെ ഇനി കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വിഷമത്തിലും സന്തോഷത്തിലും എല്ലാം നിങ്ങൾ കൂടെ ഉണ്ടാകും എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. അപ്പം നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ വളരെയധികം ഡിസ്റ്റൻസുകൾ ഉണ്ടെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായിരിക്കും നമുക്കിവിടെ ഒരു മൂൺ കാർഡ് സ്ട്രക്നെസ് വന്നിരിക്കുന്നത് തന്നെ. ഒത്തിരി പല കാര്യങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടാകാം. അപ്പൊ നിങ്ങൾക്കിടയിൽ തടസ്സമായി വരാവുന്ന പല വ്യക്തികളുണ്ടെന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ കാസ്റ്റ് ഡിഫറൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. ഇതെല്ലാം തന്നെ ഒരു തടസ്സങ്ങളാണ്. അപ്പൊ ഇതെല്ലാം മറികടന്ന് വേണം നിങ്ങളിലേക്ക് ഇവർക്ക് വരാനായിട്ട് പറ്റുകയുള്ളൂ എന്നും ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതെങ്ങനെ സാധ്യമാകും എന്നതിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ സാധ്യമാകും എന്ന് അവര് വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്കിവിടെ 10 ഓഫ് കപ്സിന്റെ എനർജി. അപ്പോൾ അതൊരു ഫാമിലി ബിൽഡ് ചെയ്യണം, നിങ്ങളോടൊപ്പം ഒരു ഫാമിലി ബിൽഡ് ചെയ്യണം, മനസ്സിൽ വളരെ സമാധാനത്തോടെ നല്ലൊരു ജീവിതം അവർ ഡ്രീം ചെയ്യുന്നുണ്ട്. ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് നല്ലൊരു സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയുള്ള ഒരു ജീവിതം അവർ ഡ്രീം ചെയ്യുന്നു, അവർ സ്വപ്നം കാണുന്നു നിങ്ങളോടൊപ്പം എന്നുള്ളതാണ്. പിന്നെ പേജ് ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ കുറച്ച് വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓൾറെഡി നിങ്ങൾ റിലേഷനിലായിരുന്നതിന് ശേഷം ഒരു ബ്രേക്കപ്പിലേക്ക് പോയവരാകാനാണ് സാധ്യത. കാരണം പേജ് ഓഫ് പെന്റക്കിൾസ് എനർജി നൽകുന്നത് പാസ്റ്റ് മറന്ന് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നതായിട്ടാണ്. അപ്പൊ നമുക്ക് ആദ്യമേ കിട്ടിയ കാർഡുകളിലൊക്കെ നമ്മൾ ഒരു സിംഗിൾസിനാണ് ഇത് കൂടുതൽ റെസനേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടിരുന്നെങ്കിലും ഈ ഒരു പേജ് ഓഫ് പെന്റക്കിൾസ് വരുമ്പോൾ നമുക്ക് ഒരു ബ്രേക്കപ്പിന് ശേഷം പുതിയൊരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ ആ പഴയ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിലേക്കോ പോകുന്ന ആളുകളുടെ എനർജി നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇതൊരു ന്യൂ റിലേഷൻഷിപ്പ് പോലെ കാണുന്നത്. അപ്പൊ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഇപ്പൊ ഇനിയൊരു ബ്രേക്കപ്പിന് ശേഷം പുതിയൊരു സ്റ്റാർട്ടാണ് എന്നുണ്ടെങ്കിലും അല്ല ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, ഫ്രഷ് സ്റ്റാർട്ടാണ് എങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ ആരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണോ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ആഴത്തിലുള്ള ഒരു സ്നേഹമുണ്ട്, നിങ്ങളോടൊത്ത് സമാധാനമായിട്ടുള്ള ഒരു ജീവിതമാണ് അവരുടെ സ്വപ്നം എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് കുറച്ച് സോൾ മെസ്സേജസും കൂടി എടുത്ത് നോക്കാം. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് സോൾ മെസ്സേജസ് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ത് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. എന്ത് കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ത് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് മെസ്സേജ് വന്നിട്ട് യു മേക്ക് മീ ഫീൽ ലൈക്ക് I can get through anything as long as I have you. ഓക്കെ, നിങ്ങൾ അവർക്കൊരു ഫീല് കൊടുത്തേക്കുന്ന അത് തന്നെ നമുക്ക് റീഡിങ്ങിൽ കണ്ടാൽ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും അവർക്ക് കിട്ടും. നിങ്ങളുടെ ഒരു പ്രസൻസ് അവരോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും നേടിയെടുക്കാൻ അവർക്ക് കഴിയും എന്നൊരു ഫീല് അവർക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റീഡിങ്ങിൽ കിട്ടിയ ഒരു മെസ്സേജ് തന്നെയാണ്. യു ഹാവ് മെയ്ഡ് മീ എ പാർട്ട് ഓഫ് യുവർ ഫാമിലി. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിലെ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ അവരെ നിങ്ങളുടെ ഫാമിലിയുടെ ഒരു പാർട്ടാക്കി അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ആയിട്ട് തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. സോ മെനി ഓഫ് മൈ സ്മൈൽസ് ബിഗിൻസ് വിത്ത് യു. ഓക്കെ, എൻ്റെ പല പുഞ്ചിരികളും തുടങ്ങിയത് നിന്നിൽ നിന്നാണ് എന്നാണ്. അതായത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവർ വളരെ ഹാപ്പി ആയിരുന്നു, ചെറിയ കാര്യങ്ങൾ വരെ അവർ സന്തോഷിച്ചിരുന്നു എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ കിട്ടുന്നത്.
വി മേ ബി ഇംപെർഫെക്റ്റ് ബട്ട് വി ഹാവ് എ പെർഫെക്റ്റ് ലവ്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ രണ്ടുപേരും ഒരു പൂർണ്ണരായ മനുഷ്യരാകണമെന്നില്ല, ഇംപെർഫെക്റ്റ് ആയിരിക്കാം, പക്ഷെ നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് അത് പൂർണ്ണമാണ് എന്ന്, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്നാണ് ഈ വ്യക്തി ഇവിടെ പറയുന്നത്. യു ഹാവ് ടോട്ട് മീ ദ ട്രൂ മീനിങ് ഓഫ് ലവ്. ഓക്കെ, സ്നേഹത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തി നിങ്ങളാണ് എന്നവർ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, യു ആർ ദ ബെസ്റ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സമയങ്ങളാണ്, അല്ലെങ്കിൽ കൂടെയുള്ള സമയങ്ങളാണ് എന്ന് പറയുന്നു. യു ആർ എ യുണീക്ക് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആൻഡ് ഐ ക്യാൻ നെവർ ഫൈൻഡ് എനിവൺ ലൈക്ക് യു. ഓക്കെ, നിങ്ങൾ വളരെ പ്രീഷ്യസ് ആണ് എന്നാണ് അവർ പറയുന്നത്, വളരെ വിലപ്പെട്ടതാണ്, എല്ലാറ്റിനും ഉപരിയായി നിൽക്കുന്ന, സാധാരണതിലും ഒത്തിരി മികച്ചു നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ഈ ഒരു ലൈഫിൽ ഇനി ഇതുപോലെ ഒരു വ്യക്തിയെ ഒരിക്കലും എവിടെയും കണ്ടെത്താനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. വളരെ യുണീക്കാണ് നിങ്ങളെന്ന് പറയുന്നു. വെൻ ഐ ആം വിത്ത് യു ഐ ഫീൽ സേഫ് ഫ്രം ദ തിങ് ദാറ്റ് ഹർട്ട് മീ ഇൻസൈഡ്. ഓക്കെ, അവർ എപ്പോഴാണോ നിങ്ങളുടെ കൂടെ ഉള്ളത് ആ ഒരു സമയത്തൊക്കെ, അപ്പൊ അവർക്ക് ഒത്തിരി ട്രോമാസ് ഉണ്ടായി. ഞാൻ പറഞ്ഞിരുന്നു, റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് വഴി, പാസ്റ്റ് റിലേഷൻഷിപ്പ് വഴി അവർക്ക് ഒരു ഹർട്ടുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാവാം. അപ്പൊ ആ ഒരു വേദനകളും കാര്യങ്ങളും എല്ലാം അവർ മറക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളോടൊപ്പമുള്ള സമയത്ത് അവർക്ക് അതൊന്നും ഓർമ്മ വരുന്നില്ല, അവരൊരു സേഫ് സോണിലാണ്, അല്ലെങ്കിൽ ഒരു ഗുഡ് എനർജിയിലാണ് എന്നുള്ള ഒരു ഇതിലേക്ക് നിങ്ങളോടൊപ്പം ഉള്ള സമയത്ത് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യവും അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്തിട്ട്, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് ഇടുന്നത് മെയ് മന്ത് ആണ്. അതുപോലെ തന്നെ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ജൂലൈ മന്ത് നമുക്കിവിടെ കിട്ടുന്നു. ലവബിൾ, വളരെ ലവബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ ലെറ്റർ ഇസഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആളുകളാകാൻ ചാൻസ് ഉണ്ട്. എബ്രോഡ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. 2023 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നു. റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള ഒരു കളർ. വിത്തിൻ 72 hours, 72 മണിക്കൂറിനുള്ളിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നേരിട്ട് കാണാനോ ഒക്കെ ഉള്ള ഒരു പോസിബിലിറ്റിയാണ് ഇവിടെ പറയുന്നത്. 1990 എന്ന് പറയുന്നൊരു വർഷമുണ്ട്. 1 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഉണ്ട്. ഡിസംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നു. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. എറണാകുളം ജില്ല എന്നുള്ള ആളുകളായിരിക്കാം. 7 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നു. നമ്പർ 4, യു ക്യാൻ ട്രസ്റ്റ്. വീണ്ടും നമുക്ക് ഇവിടെ ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ് ഇപ്പൊ നമുക്ക് 2 പ്രാവശ്യം കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം വിഷമത്തിലുള്ള, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് മറ്റാളുകളെ. എങ്കിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ക്ലൂസ് വഴി. അല്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം പേഴ്സൺ തന്നെയാണെങ്കിൽ ഇവർ എൻ്റെ അടുത്ത് ഇത്രയും മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയിട്ട് ഞാൻ ഇനി ട്രസ്റ്റ് ചെയ്യണോ എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരാണെങ്കിലും ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. കണ്ണൂർ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളായിരിക്കാം. ഡ്രോയിങ്ങിനോട് താല്പര്യമുള്ളവരായിരിക്കാം. നമ്പർ 42 നമുക്കിവിടെ കിട്ടുന്നു. നമ്പർ 28, അതുപോലെ തന്നെ 1985 എന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഡാൻസ്, ഓക്കെ. ഈഗോസ്റ്റിക് ആയിട്ടുള്ള ആളാകാൻ ചാൻസ് ഉണ്ട്. മോൾ ഓൺ റൈറ്റ് സൈഡിലെ കവളിലെ മറുകളിലുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 2003 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ ഇ നമുക്കിവിടെ കിട്ടുന്നു. നമ്പർ 36, 1998 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 33, നമ്പർ 32, 1995 എന്നൊരു വർഷം കിട്ടുന്നു. നമ്പർ 6, നമ്പർ 29, ക്രേസി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം. ബ്ലൂ കളർ ആയിരിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളറ്. 1996 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 3 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൈൻഡ്നസ് കിട്ടുന്നുണ്ട്. 1979, ആർട്ടിസ്റ്റ്. നമ്പർ 31, ലോങ് നെയിലൊക്കെ നീട്ടി വളർത്തുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അതിനോട് ക്രേസ് ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കാം.
ലെറ്റർ എഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 12 കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ വൈറ്റ് കളർ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.